ഡ്യൂറന്റ് കപ്പ് ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം വരുന്നത് ഇന്നാണ്. ഇന്ത്യൻ സമയം 7 മണിക്കാണ് മത്സരം. ഇന്ത്യയിൽ സോണി സ്പോർട്സ് നെറ്റ്വർക്കാണ് നിലവിൽ ഡ്യൂറന്റ് കപ്പ് തത്സമയം സംപ്രേഷണം ചെയ്യുന്നത്. എന്നാലും സ്റ്റാറേക്ക് കീഴിലുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരമാണ്. തായ്ലൻഡിലെ പ്രീ സീസൺ പര്യടനമൊക്കെ അവസാനിച്ചു. ബ്ലാസ്റ്റേഴ്സ് നിലവിൽ ഡ്യൂറന്റ് കപ്പിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞു. ടീമിനൊക്കെ പ്രഖ്യാപിച്ചിരുന്നു. 4 വിദേശ താരങ്ങളടക്കം പ്രമുഖരെല്ലാം ടീമിലുണ്ട്. കോമി പെപ്ര, അഡ്രിയാൻ ലൂണ, നോവ സൊദോയ്, അതുപോലെ പുതിയ താരങ്ങളായ നോവ സൊദോയ് ടീമിൽ എഫ് സി ഗോവയ്ക്ക് വേണ്ടി കഴിഞ്ഞ സീസണിലൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെച്ച നോവ സൊദോയ് ഉണ്ട്. കോമി പെപ്ര, അഡ്രിയാൻ ലൂണ, ഡ്രിൻസിച്ച് തുടങ്ങിയ 4 വിദേശ താരങ്ങളുണ്ട്. കൂടാതെ ഒരു പിടി യുവതാരങ്ങളുണ്ട്. കഴിഞ്ഞ സീസണിലൊക്കെ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച ഐമൻ ഉണ്ട്. കൂടാതെ രാഹുൽ KP യുവതാരമുണ്ട്. കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കാര്യമായ മികച്ച പ്രകടനം ഒന്നും കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ രാഹുൽ KP ഒക്കെ ഫോമിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ. ഡിഫൻസിൽ നവോച്ച സിംഗ് ഉണ്ട്, പ്രീതം കോട്ടാലുണ്ട്, അതുപോലെ സന്ദീപ് സിംഗ് ഉണ്ട് തുടങ്ങിയ താരങ്ങളുണ്ട്. പ്രമുഖ താരങ്ങളെല്ലാം ഉൾപ്പെടുത്തി തന്നെയാണ് ടീം പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഡ്യൂറന്റ് കപ്പിൽ ഒരു വിജയത്തോട് കൂടി തുടങ്ങുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആരാധകരൊക്കെ നിൽക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നത്തെ മത്സരത്തിലെ ഒരു മുന്നേറ്റ നിരയിൽ ഒരു അഡ്രിയാൻ ലൂണ, നോവ സൊദോയ്, കോമി പെപ്ര ഈ ഒരു കൂട്ടുകെട്ട് പരീക്ഷിക്കാനുള്ള സാധ്യത കൂടുതലാണ്. സ്റ്റാറൊക്കെ കീഴിൽ ഒരു കൂട്ടുകെട്ട് പരീക്ഷിക്കുകയാണെങ്കിൽ ഈ ഒരു കൂട്ടുകെട്ട് വിജയിക്കുകയാണ് ശരിക്കും ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിന് മുന്നായി സ്റ്റാറെ സംബന്ധിച്ചിടത്തോളം മുന്നേറ്റ നിരയിലേക്ക് ഏറ്റവും മികച്ച 3 താരങ്ങളാണ്. ഈ താരങ്ങൾ ഡ്യൂറന്റ് കപ്പിൽ ഫോം കണ്ടെത്തി വരാൻ നിൽക്കുന്ന ഇന്ത്യൻ സൂപ്പർ ലീഗിന് ഒരു മികച്ച ടീമിനെ ഒരുക്കാനുള്ള ഒരു അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു മികച്ച ടീമിനെ തന്നെ മുന്നേറ്റ നിരയിൽ ഈ താരങ്ങൾ ഉൾപ്പെടുത്തി ഒരുക്കാൻ കഴിയും. മധ്യനിരയിൽ നമുക്കറിയാം ദാനിഷ് ഫറൂഖ് കഴിഞ്ഞ സീസണിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രകടനം കാഴ്ചവെച്ച താരമാണ്. മുഹമ്മദ് ഐമൻ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചിരുന്നു. രാഹുൽ KPയുടെ ഒരു മോശം ഫോം ഉണ്ടായിരുന്നു. രാഹുൽ KP ഒക്കെ ഈ ഒരു സീസണിൽ ഫോമിലേക്ക് തിരിച്ചെത്തുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരൊക്കെ. ഡിഫൻസിൽ പ്രീതം കോട്ടാലാണ് കഴിഞ്ഞ സീസണിൽ നിരാശപ്പെടുത്തിയത്. അദ്ദേഹം കഴിഞ്ഞ സീസണിൽ ഓരോ പ്രതീക്ഷകളോട് കൂടിയാണ് ബ്ലാസ്റ്റേഴ്സിൽ എത്തിയത്. പക്ഷെ അദ്ദേഹത്തിന് മോശം പ്രകടനമാണ്. ഡ്രിൻസിച്ച് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് നിരയിൽ ഉറച്ചു നിന്ന താരമാണ്. ലെസ്കോക്ക് പകരക്കാരനായിട്ടുള്ള ഒരു താരം തന്നെയാണ് ഡ്രിൻസിച്ച്. ഗോൾ അടിക്കുന്നതിലും കഴിവ് തെളിയിച്ചിരുന്നു. ഡ്രിൻസിച്ചിന്റെ നേതൃത്വത്തിൽ ഒരു ഡിഫൻസ് ആയിരിക്കും എന്തായാലും. ഐബനൊക്കെ പരിക്കുമാറി തിരിച്ചെത്തിയിട്ടുണ്ട്. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു ഡ്യൂറന്റ് കപ്പിൽ പ്രമുഖരൊക്കെ ഉൾപ്പെടുത്തിയ ഒരു തകർപ്പൻ ടീം തന്നെയാണ്. എന്നാലും ബ്ലാസ്റ്റേഴ്സ് നിരയിൽ ആദ്യ 11 താരങ്ങൾ ഏതെല്ലാം രീതിയിൽ ഇറങ്ങുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. എന്തായാലും ഡ്രിൻസിച്ച്, പ്രീതം കോട്ടാൽ, അതുപോലെ ഐബനൊക്കെ ആദ്യ 11 വരാനുള്ള സാധ്യതയുണ്ട്. മധ്യനിരയിൽ ഫാറൂഖി, മുഹമ്മദ് ഐമൻ തുടങ്ങിയ താരങ്ങൾ വരാൻ സാധ്യതയുണ്ട്. മുന്നേറ്റ നിരയിലാണ് ശരിക്കും അഡ്രിയാൻ ലൂണയും കോമി പെപ്ര, നോവ സൊദോയ് ഈ ഒരു സഖ്യം എന്തായാലും ആദ്യ 11 വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവരെ മുന്നേറ്റ നിരയിൽ നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഇവരെ മുന്നേറ്റ നിരയിൽ ഇറക്കിക്കൊണ്ട് തന്നെ ആയിരിക്കും സ്റ്റാറെ ഒരു ടീമിനെ ഒരുക്കാനുള്ള സാധ്യത കൂടുതൽ. എന്തായാലും ഇവാൻ ഉക്കമോനോവിച്ച് 3 സീസണോളം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇവാൻ ഉക്കമോനോവിച്ചിന്റെ കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു. പക്ഷെ ഇന്ത്യൻ സൂപ്പർ ലീഗ് കിരീടം മാത്രം അകന്നു നിന്നിരുന്നു. ബ്ലാസ്റ്റേഴ്സ് ഇവാൻ ഉക്കമോനോവിച്ചിന്റെ കീഴിൽ ആദ്യ സീസണിൽ തന്നെ ഫൈനലിൽ എത്തിയിരുന്നു. ഹൈദരാബാദ് FC ഫൈനലിൽ പരാജയപ്പെടുകയായിരുന്നു. പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ് പരാജയപ്പെട്ടത്. അന്ന് ഗോവയിൽ വെച്ചിട്ടായിരുന്നു ഫൈനൽ മത്സരം നടന്നത്. അതിനുശേഷമുള്ള 2 സീസണും ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫിൽ എത്തിയിരുന്നു. പക്ഷേ ഇന്ത്യൻ സൂപ്പർ ലീഗ് കിരീടം എന്ന സ്വപ്നം ബ്ലാസ്റ്റേഴ്സിന് എപ്പോഴും അകന്നു നിൽക്കുകയായിരുന്നു. എന്തായാലും പുതിയ കോച്ചാണ്. പുതിയ കോച്ചിന്റെ കീഴിൽ ഏതെല്ലാം രീതിയിലുള്ള മാറ്റങ്ങളായിരിക്കും ബ്ലാസ്റ്റേഴ്സ്, ഏതെല്ലാം തന്ത്രങ്ങളായിരിക്കും സ്റ്റാറേക്ക് കീഴിൽ ബ്ലാസ്റ്റേഴ്സ് അല്ലെങ്കിൽ സ്റ്റാർ ഏതെല്ലാം തന്ത്രങ്ങളായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മത്സരത്തിൽ മുംബൈ സിറ്റിക്കെതിരെ പ്രകടിപ്പിക്കുക എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണാം. എന്തായാലും ഇന്ത്യൻ സമയം വൈകിട്ട് 7 മണിക്കാണ് മത്സരം. കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി മത്സരം. നോവ സൊദോയ്, പെപ്ര, അഡ്രിയാൻ ലൂണ കൂട്ടുകെട്ടിന്റെ അല്ലെങ്കിൽ ഈ ഒരു കൂട്ടുകെട്ട് ആദ്യ 11 ഇറങ്ങി ഒരു തകർപ്പൻ പ്രകടനം കാഴ്ചവെക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരൊക്കെ. എന്തായാലും കാത്തിരുന്ന് കാണാം. എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.